പവലിയനിൽ നിന്ന് നമ്മൾ വീണ്ടും പ്രധാന വേദിയിലേക്കാണ്. രേണുകയും കാളിദാസനുമുണ്ട്. രേണുക, കാളിദാസൻ ഇപ്പോൾ പ്രധാന വേദിയിൽ എന്തായാലും സംഘനൃത്തം പുരോഗമിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഒപ്പന പുരോഗമിക്കുന്നുണ്ട്. രണ്ട് മത്സരങ്ങളും തുടങ്ങാൻ കുറച്ച് വൈകിയിരുന്നു. ഇപ്പോൾ ഈ മത്സരം അവസാനിക്കുന്നതും അതുപോലെ തന്നെ നീണ്ടു പോകും എന്നാണ് തോന്നുന്നത്. മുമ്പൊക്കെ രാത്രി 1 മണി വരെയും രാത്രി 3:30 വരെയും ഒക്കെ മത്സരങ്ങൾ നീണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിൽ ഇന്നും മത്സരങ്ങൾ അവസാനിക്കാൻ ഒരുപാട് സമയമെടുക്കും. രാത്രി ഏറെ വൈകിയും മത്സരങ്ങൾ നടക്കേണ്ടി വരും. അങ്ങനെയുള്ള ഒരു സാഹചര്യമൊക്കെ ഉണ്ടോ? എന്തായാലും അതുല്യ എന്തായാലും അല്പം വൈകുമെന്ന് തന്നെ തോന്നുന്നത്. കാരണം ഇപ്പോഴും മത്സരങ്ങൾ നല്ല കടുത്തുകൊണ്ടിരിക്കുന്നല്ലേ. ഇതിപ്പോൾ അതുല്യ നേരത്തെ ചോദിച്ച പോലെ വിവിധ വിഷയങ്ങൾ കണ്ടോ എന്നുള്ള ചോദിച്ചാൽ നമുക്കൊരു ഉദാഹരണം പോലെ വേണമെങ്കിൽ ഈ വിഷയം പറയാം. കാരണം ഇപ്പോൾ നടക്കുന്ന സംഘനൃത്തത്തിൻ്റെ ഒരു വിഷയം എന്ന് പറയുന്നത്, നമ്മൾ പഴയൊരു ദിലീപ് ചിത്രമുണ്ട്, അത്ര പഴയതല്ല, അത്ര പഴയതെന്ന് പറയുമ്പം നമ്മളൊക്കെ ചെറുതായിരിക്കുന്ന സമയത്ത് രേണുകയൊക്കെ പൊടിക്കൊച്ച് അപ്പോൾ ആ സമയത്തുള്ള ഒരു ദിലീപ് ചിത്രമുണ്ട്, സുന്ദര കില്ലാടി എന്ന് പറഞ്ഞിട്ടൊരു ദിലീപ് ചിത്രം. അത് അയാളൊരു കിണർ കുഴിക്കുന്ന ഒരാളായിട്ട് ഒരു സ്ഥലത്ത് പോയി അവിടെ കിണർ കുഴിക്കാൻ നോക്കുന്നു. പിന്നീട് ആ കിണറിൽ എന്തോ ഒരു തടസ്സം വരുന്നു. ആ ഒരു നാടിന് വെള്ളം അത്യാവശ്യമായിട്ടുള്ളൊരു ഘട്ടം. എന്നിട്ട് അയാൾ കിണർ കുഴിക്കുന്നു. അവസാനം എങ്ങനെയൊക്കെയോ അവിടെ വെള്ളം ഒപ്പിക്കുന്നു. അവിടുത്തെ ആചാരങ്ങളും ഒക്കെ കാണിക്കുന്നതാണ് ആ ചിത്രം. എനിക്ക് തോന്നുന്നു മലയാളികളെല്ലാം കണ്ടിട്ടുള്ള ചിത്രം. ദിലീപും നമ്മുടെ ജനപ്രിയ താരം ദിലീപും അതേപോലെ തന്നെ നമ്മുടെ ഞാൻ ആ സിനിമ കണ്ടിട്ടില്ല, പറഞ്ഞു. എന്തായാലും ദിലീപ് ചിത്രം നമ്മുടെ തമിഴ് താരം തല അജിത്തിന്റെ വൈഫ് എന്തോ പേര്, ശാലിനി അറിയാം, രേണുക്ക് അറിയാൻ നോക്കിയതാ. അപ്പം അതായിരുന്നു. അപ്പം ആ ചിത്രത്തിന്റെ തീം, ആ ചിത്രത്തിന്റെ ആ ഒരു സ്റ്റോറി പ്ലോട്ടാണ്. ആ സ്റ്റോറി പ്ലോട്ട് അവരെടുത്ത് അതൊരു സംഘനൃത്തം പോലെയാക്കി, അല്ലെങ്കിൽ അത്തരത്തിലൊരു തീമിലാക്കി അതാണ് ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിലാണ് ആവിഷ്കാരം നടക്കുന്നത്. അതിനോട് ചേർന്നിട്ടുള്ള ചില ദൃശ്യങ്ങളും സൈഡിലത്തെ ആ സ്ക്രീനുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. വെള്ളം എത്തരത്തിലൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഇപ്പം അതിൽ കാണാൻ പറ്റും. കാരണം ആ ഒരു നാടിന് ഏറ്റവും അത്യാവശ്യം എന്ന് പറയുന്നത് വെള്ളമായിരുന്നു. പക്ഷേ അതേസമയം മറ്റൊരു ദേശത്ത് വെള്ളം നമ്മൾ ആനന്ദിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. അത്തരത്തിൽ ജലം അമൂല്യമാണ്, പാഴാക്കരുത് എന്നുള്ളൊരു